നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ബീഹാർ സ്വദേശികളായ 13 പേർ അറസ്റ്റിലായി. വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. ചോദ്യപേപ്പറുകൾക്കായി രക്ഷിതാക്കൾ 30 ലക്ഷത്തിലധികം രൂപ നൽകിയതായി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കണ്ടെടുത്തു. ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് കൈമാറിയെന്ന് സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ പിടിയിലായിരിക്കുന്നത് വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമാണോ, അതോ ഇതിനിടയിൽ നിന്ന ഏജന്റുമാർ, ഈ ഇത്തരം തട്ടിപ്പിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥർ അവരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്? അപ്പോൾ നമ്മൾ കരുതിയതിനപ്പുറത്തേക്ക് ഒരു വലിയ ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട് എന്നാണ് ബോധ്യപ്പെടുന്നത്. എപ്പോഴാണ് ബീഹാർ പോലീസിന്റെ കുറ്റാന്വേഷണ വിഭാഗം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. പല വിദ്യാർത്ഥികളും ഉന്നയിച്ചത് ഇതിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ്. ബീഹാറിലും അത്തരത്തിൽ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ആവശ്യപ്പെട്ടുകൊണ്ട് 30 ലക്ഷം രൂപ ഈ മാഫിയയ്ക്ക് കൈമാറിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ 13 പേരെ ബീഹാറിന്റെ ഈ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിനിടെ വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിൽ 30 ലക്ഷം രൂപ നൽകിയതായി, രക്ഷിതാക്കൾ ഈ മാഫിയയ്ക്ക് കൈമാറിയതായി വിദ്യാർത്ഥികൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇവരുടെ വീടുകൾ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചില ചോദ്യപേപ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചോദ്യപേപ്പറുകൾ ഈ പരീക്ഷയുടേതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദ്യപേപ്പറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഇതിന്റെ ഫോറൻസിക് പരിശോധനകൾ അടക്കം നടത്തി ഈ ചോദ്യപേപ്പറാണോ എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. നേരത്തെ ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി 2 ഇടങ്ങളിലായി അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ചിലയിടങ്ങളിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തവർക്ക് മാത്രമാണ് വീണ്ടും പരീക്ഷ നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തയ്യാറായത്, സുപ്രീം കോടതി അത് അറിയിച്ചത്. അപ്പോൾ ഈ ക്രമക്കേട് പല സംസ്ഥാനത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അത് പോരാ, അതിൽ കൂടുതൽ നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയല്ലേ ഇപ്പോൾ വരുന്നത്? അക്കാര്യത്തിൽ ഇനിയും സുപ്രീം കോടതി ആയിരിക്കും തീരുമാനമെടുക്കുക, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, കാരണം നിരവധി സംഘടനകൾ ഈ പുനഃപരീക്ഷ, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും നടത്തണമെന്നൊരു ആവശ്യം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. ഈ ബീഹാറിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ ഈ ആവശ്യം ഉന്നയിച്ച് സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അധിക ഗ്രേസ് മാർക്ക് നൽകിയ 1563 വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ പുനഃപരീക്ഷ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ബീഹാറിൽ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് ഗുരുതരമായി തന്നെ വിലയിരുത്തേണ്ടതായി വരും. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ഇതിലൊരു പുനഃപരീക്ഷ എന്നുള്ള സാധ്യതകളിലേക്ക് കോടതി കടന്നേക്കും. എന്തായാലും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും സുപ്രീം കോടതി അത്തരത്തിലൊരു തീരുമാനം എടുക്കുക. പക്ഷേ ബീഹാറിലെ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് ഈ ക്രമക്കേടുകൾ നടന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ നടത്തണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഇതിൽ ഒരു മാഫിയ, ചോദ്യപേപ്പർ മാഫിയ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം വിദ്യാർത്ഥികൾ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ആ ആരോപണങ്ങളെ അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ അതിനെ തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിനും ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ ചോദ്യപേപ്പർ നൽകുന്ന മുറയ്ക്കായിരിക്കും ഫോറൻസിക് പരിശോധനയിലൂടെ ആ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ചോദ്യപേപ്പർ ഈ ചോദ്യപേപ്പർ ആണോ എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണങ്ങളിലേക്ക് കടക്കുക. അങ്ങനെ കടന്നാൽ ഇതിൽ ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് 100% തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ശരി അച്യുതൻ, എന്തായാലും വലിയ ക്രമക്കേടിന്റെ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നറിയേണ്ടതുണ്ട്. സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയേക്കും. ബീഹാർ പോലീസിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 30 ലക്ഷം രൂപ ഈ കുട്ടികൾ ഈ മാഫിയയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ കൈമാറിയിട്ടുണ്ട് എന്നതാണ്. അതായത്
ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ വേണ്ടി. അപ്പോൾ വലിയ സാമ്പത്തിക ഇടപാടൊക്കെ നടന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടും വൈകാതെ എന്ന് ബീഹാർ പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വൈകാതെ അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ പുറത്തു വന്നേക്കാം. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.